ഗുഡ് ഈവനിംഗ് ഡേയ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്ന് അവസാനം ഏറെ ദിവസത്തെ കൺസോൾട്ടേഷന് ശേഷം 25,500 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. സെൻസെക്സിൻ്റെ എല്ലാം തന്നെ ഫാർ OTM എല്ലാം തന്നെ ചെറിയ പ്രീമിയം ഉള്ളത് 100 രൂപ വരെ എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് വലിയ തോതിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവാം, കുറേ പേര് സെൻസെക്സിൽ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവാം. ട്രംപ് പുതിയതായിട്ട് 35% താരിഫ് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിൽ മേൽ ഏർപ്പെടുത്തി. അത് ഇന്ത്യയിലെ ഇന്നത്തെ ഈ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള കമ്പനീസിന് ഗുണകരമായി. സിയറാം സിൽക്ക്, ഗോകുൽദാസ് എക്സ്പോർട്ട് പോലെയുള്ള സ്റ്റോക്കുകൾ ശക്തമായ റാലി രേഖപ്പെടുത്തി. ടൈറ്റാൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച ബിസിനസ് അപ്ഡേറ്റ് ഉണ്ടായിട്ട് പോലും ടൈറ്റൻ ഇന്ന് 7% ഒരു ഫോള് ഇന്നുണ്ടായിട്ടുണ്ട്. ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സിനെ നമുക്ക് കാണാം. കൊഡാക് ബാങ്ക്, എറ്റേണൽ, ഏഷ്യൻ പെയിൻറ്റ്, NTPC, ഗ്രാസിയം തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. ടൈറ്റാൻ, ഡോക്ടർ റെഡ്ഡി, സിപ്ല, ബജാജ് ഓട്ടോ, ട്രൈഡൻറ്റ് തുടങ്ങിയ കമ്പനീസ് ലൂസേഴ്സ് ആയിരുന്നു. ഇതിൽ ടൈറ്റൻ കാണാം 6% ഒരു ഇടിവാണ് ടൈറ്റാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. നിഫ്റ്റി ഓപ്പൺ ചെയ്തു, ഇന്നലത്തെ പോലെയുള്ള കൺസോൾട്ടേഷൻ. എന്നാൽ അവസാന സമയത്ത് ഒരു ബ്രേക്കൗട്ട് 25,522 ക്ലോസ്, 25,500 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 3% ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ഡോ ഫ്യൂച്ചർ 50 പോയിന്റ് മൈനസ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് $13 ഇടിഞ്ഞു. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ നടത്തിയിട്ടില്ല. US നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ട്രംപും എലൻ മസ്കുമായിട്ടുള്ള അസോസിയേറ്റും, എലൻ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന വാർത്തകൾ, അതുവഴി എലൻ മസ്കിൻ്റെ കമ്പനിയായിട്ടുള്ള ടെസ്ല ഇന്നലെ 6% ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിവേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ താരിഫിൻ്റെ എല്ലാം തന്നെ തീരുമാനം വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് നമുക്ക് Q1 അപ്ഡേറ്റുകളെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ എല്ലാ കമ്പനീസും അവരുടെ Q1 ബിസിനസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ട്രേഡബിലിറ്റി ടാബിൽ ലഭ്യമാണ്. ഓരോ കമ്പനീസിൻ്റെ റിസൾട്ട് അനുസരിച്ച് ഇനി ട്രേഡുകളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം സെൻസെക്സിൽ അവസാന സമയത്ത് ആ ഒരു സ്പൈക്ക്, പ്രീമിയം സ്പൈക്ക് ഉണ്ടായി. അത് മാറ്റി നിർത്തിയാൽ കൂടിയും നിഫ്റ്റിയുടെ ഇന്നലത്തെ പോലെയല്ല, ഇന്ന് കുറച്ചും കൂടി ഒരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ഇന്ന ചെയ്ത ആളുകൾക്ക് അറിയാം ഇന്ന് മാർക്കറ്റ് ഉണ്ടാക്കിയ ഒരു വോളറ്റിലിറ്റി. നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ കളക്ട് ചെയ്ത ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ആഴ്ച ഞായറാഴ്ച നമ്മളെ കൊച്ചി ഓഫീസിൽ വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇരുന്ന് നമുക്ക് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും ജോയിൻ ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യമുള്ളത് ഫസ്റ്റ് കമ്പനി നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കിലെ വാർത്തയിൽ ആദ്യമുള്ളത് കോൺകോർ ആണ്. കോൺകോർ ഇവിടെ ടോട്ടൽ വോളിയം 11% ഉയർന്നു. ഡൊമസ്റ്റിക് വോളിയം 9% ഉയർന്നു. NBCC കമ്പനി, ഇവർക്ക് ഇലാറ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം NBCCനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. സിഗാച്ച് ഇൻഡസ്ട്രീസ്, ഇവരുടെ പ്ലാന്റിലാണ് ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായതും 42 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഫോൾ നിൽക്കുന്നില്ല. ഇന്നും 4% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഫയർ ആക്സിഡൻറ്റിന് ശേഷം സ്റ്റോക്ക് ഏകദേശം ഒരു 30% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ടാർ ലൈഫ് സയൻസ് കമ്പനി, ഇവരുടെ കോർ ബിസിനസ് സെയിൽ ചെയ്യുകയാണ് 1220 കോടി രൂപക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിന്ന് 20% ലോവർ സർക്യൂട്ട് പോയി. ജിയോ ഫിനാൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. ബ്ലാക്ക് റോക്ക് ആയിട്ട് ഇവർ ജോയിൻറ്റ് വെഞ്ചറായിട്ട് പുതിയ AUMലൂടെ 18,000 കോടി പുറത്ത് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആസ്ട്ര മൈക്രോവേവ് കമ്പനി, അവർ 1800 കോടി രൂപയുടെ പുതിയ QRSM പ്രൊജക്റ്റ് ഇവർ ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. IEXനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ സബ്സിഡിയറി കമ്പനിയാണ് IGX. അപ്പോൾ IGX ഗ്യാസ് എക്സ്ചേഞ്ച് ബിസിനസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടി. വോൾട്ടാസ് കമ്പനി, ഇവരുടെ പുതിയ പ്രീമിയം സീരീസിലുള്ള ഫാൻസ് എല്ലാം തന്നെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വോൾട്ടാസൊക്കെയാണ് ഇപ്പോൾ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാൻസ് എല്ലാം തന്നെ ഇപ്പോൾ വിപണിയിൽ വളരെയധികം സുലഭമാണ്. MCX കമ്പനി, MCX ഇലക്ട്രിസിറ്റി ഫ്യൂച്ചർ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജൂലൈ 10 മുതൽ ഇത് എലിജിബിൾ ആകും. അപ്പോൾ MCX നമുക്കറിയാം മൾട്ടി കമ്മോഡിറ്റി എനേബിൾ ചെയ്യുന്ന ആകെ ഒരു എക്സ്ചേഞ്ചാണ് നമുക്ക് MCX ഉള്ളത്. നിലവിൽ നമുക്ക് ക്രൂഡൊക്കെ ട്രേഡ് ചെയ്യാം. ക്രൂഡിൻ്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രൂഡ് മാത്രമല്ല ഗോൾഡും ട്രേഡ് ചെയ്യുക. രാത്രി 11 വരെ മാർക്കറ്റ് ഓപ്പൺ ആണ്. റെയിൽടെൽ കമ്പനിക്ക് 97 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ജെൻഡാൽ വേൾഡ് വൈഡ് കമ്പനി, ഇവർക്ക്
165 കിലോമീറ്റർ മൈലേജുള്ള EV വെഹിക്കിൾ ഇവർ ലോഞ്ച് ചെയ്യുകയാണ്. ഹാപ്പിയസ്റ്റ് മൈൻഡ് കമ്പനി ഇവർ ഫ്യൂഷൻ എക്സ് ഗെയിമിംഗ് സ്റ്റുഡിയോ ആയിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ITC കമ്പനി ഇവർ അഗ്രികൾച്ചറൽ പോർട്ട്ഫോളിയോ ഇവർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. കബ്ര എക്സ്ട്രോഷൻ കമ്പനി പുതിയ ഇൻവെർട്ടർ അവർ മാർക്കറ്റിൽ എത്തിച്ചു. ബജാജ് ഫിനാൻസ് 1500 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കമ്പനി റൈസ് ചെയ്യുന്നുണ്ട്. ജിൻഡാൽ വേൾഡ് കമ്പനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. ഒമാക്സ് കമ്പനി ഒരു റിയാലിറ്റി കമ്പനിയാണ്. ഇവർ 2500 കോടി രൂപ പുറത്തു വരുന്ന 2500 കോടി റവന്യൂ പൊട്ടൻഷ്യലുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് ഇവർ മധ്യപ്രദേശിൽ 450 ഏക്കറിൽ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ശോഭ അതുപോലെ തന്നെ റിയാലിറ്റി കമ്പനിയാണ്. കൊച്ചിയിലൊക്കെ ശോഭയ്ക്ക് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്, ദുബായിലും പ്രൊജക്റ്റുകളുണ്ട്. ശോഭ അവരുടെ ഫസ്റ്റ് ഫേസിൽ ഇവർ 2000 കോടി ഫസ്റ്റ് ക്വാർട്ടറിൽ കൈവരിച്ചു എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്. അദാനി പവർ കമ്പനി 600 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ പ്രൊജക്റ്റ് ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 1250 മെഗാവാട്ട് ആയിട്ടുണ്ട് ഇവരുടെ ടോട്ടൽ ഓപ്പറേഷൻ കപ്പാസിറ്റി. സ്നോമാൻ ലോജിസ്റ്റിക് കമ്പനിയാണ് അത്. അവരുടെ ലോജിസ്റ്റിക് പ്ലാന്റുകൾ ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ന്യൂസുകൾ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മളെ പ്രീ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ പ്രീ മാർക്കറ്റിൽ നമ്മൾ രാവിലെയുള്ള ന്യൂസ് അപ്ഡേറ്റുകളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.